കൺസ്യൂമർ ഫുഡിൻ്റെ വിദേശ മദ്യ വിൽപ്പനശാല ബാലുശ്ശേരി. അത്യാവശ്യ തിരക്കൊക്കെ ഉണ്ട്. എന്താ രാഹുല് ഇവിടുന്ന് തിരിഞ്ഞാലി സാധനം വാങ്ങുന്നതാണോ? ഇല്ലപ്പോൾ സാധനം വാങ്ങണമെന്നല്ല, ഒരു ആവശ്യത്തിന് വന്ന വാർത്ത എടുക്കാൻ വന്നല്ലേ? ഓ ശരി ശരി. ഇവിടെ എന്ത് പറഞ്ഞ ഒരു വാർത്ത. ഈ ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് ബാലുശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിലൊന്ന്. മദ്യവിൽപ്പന തകൃതിയാണ്. പക്ഷേ മറ്റു ഔട്ട്ലെറ്റുകളിൽ എന്ന പോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ഇരുന്നു കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുമില്ല. സൗകര്യം ഒരുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. പനങ്ങാടുള്ള പത്മനാഭനാണ് പരാതിക്കാരൻ. പരാതി എങ്ങനെയോ പുറത്തറിഞ്ഞു. ആൾക്കാരുടെ ചോദ്യം മുഴുവൻ ഇപ്പോൾ ബാലുശ്ശേരിക്കപ്പുറത്തെ പത്മനാഭനോടാണ്. ഫസ്റ്റിൽ ഞാൻ ബാലുശ്ശേരി കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് തമാശ രൂപത്തിൽ ഇപ്പം നവകേരള സദസ്സിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഞാൻ അതിന് പോയിട്ടൊന്നുമില്ല. എന്താ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ കുറേ ആളുകളൊക്കെ പറയുന്നത് കിട്ടുന്നു. പിന്നെ ഇപ്പം 3-4 ദിവസത്തിനുള്ളിൽ പലരും ഇങ്ങനെ അത് പറയാൻ തുടങ്ങി. ഞാനതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കേട്ടോ. മറുപടി പറഞ്ഞു മടുത്തു. എങ്കിലും പരാതിയിലെ ആവശ്യം ന്യായമല്ലേ എന്നാണ് ഈ പത്മനാഭന്റെയും പക്ഷം. അപ്പം തുറന്ന് പറയാലോ, ഞാനിടയ്ക്ക് 2 എണ്ണം കഴിക്കുന്ന ആളാക്കിയാണ്. ഫുള്ള് ഗാന്ധിയനൊന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പം കേരളത്തിൽ അത് നടപ്പിലായിട്ടില്ല. ഇപ്പോൾ കാശുള്ളവന് ബാറിപ്പം ഒരുപാട് കൂലി തൊഴിലാളികളൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്കുള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിയാൽ ഒന്ന് കഴിക്കാനുള്ള സൗകര്യമാണ്. ഏതായാലും സർക്കാർ വിൽപ്പന നടത്തുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനായ പത്മനാഭൻ നവകേരള സദസ്സ് ബഹിഷ്കരിച്ചവരുടെ കൂട്ടത്തിലാണ്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.